പലപ്പോഴും നമ്മൾ ഡിസേബിൾഡ് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മുൻധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് അനുവദിച്ച് കിട്ടപ്പെട്ട പല അവകാശങ്ങളും നമ്മളുടേതാണെന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന പലയിടങ്ങളും മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയിട്ടുള്ള അവസ്ഥ കണ്ട് കനിവ് തോന്നി നമുക്ക് തന്നതാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചരിത്രം അങ്ങനെയല്ല നമ്മളോട് പറയുന്നതും നമ്മളോട് പഠിപ്പിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്? ഡിസേബിൾഡ് വ്യക്തികളുടെ ചരിത്രം ഡിസേബിൾഡ് വ്യക്തികളും അതുപോലെ തന്നെ മറ്റുള്ളവരും അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഈ ചരിത്രം മറ്റൊരു രീതിയിൽ വായിക്കപ്പെടേണ്ട, ഡിസേബിൾഡ് വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ നിന്നും വായിക്കപ്പെടേണ്ട ആവശ്യം എന്താണ് എന്നീ കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്ന ഒരു ചർച്ചയാവണം ഇതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം. അങ്ങനൊരു ആഴമേറിയ ചർച്ചയിലേക്ക് നമ്മളെ നയിക്കാൻ എന്തുകൊണ്ടും സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ നിന്നിരിക്കുന്ന മുരളീധരൻ സാറ്. വിഷയത്തിൻ്റെ ഗൗരവം ചുരുങ്ങിയ വാക്കുകളിൽ പറയണമെങ്കിൽ, മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതൽ സമൂഹത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഡിസബിലിറ്റി. മനുഷ്യൻ്റെ പരിണാമഗതിയിൽ എപ്പോഴും നമ്മളുടെ ഒപ്പം ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എപ്പോഴാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായി, ഒരു സോഷ്യൽ ആനിമലായിട്ട് വളർന്നതെന്ന്. അതിന് മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മാർഗരറ്റ് മീഡ് ആന്ത്രപ്പോളജിസ്റ്റാണ്, നരവംശാസ്ത്രജ്ഞയാണ്. അവർ ഒരിടത്ത് നിന്നും കുഴിച്ചെടുത്ത അസ്ഥികൂടത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ തുടയെല്ലാണ് കിട്ടിയിരിക്കുന്നത്. തുടയെല്ലിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. പൊട്ടിപ്പോയ തുടയെല്ല് ചേർത്ത് വെച്ച് കെട്ടപ്പെട്ട് ആ മുറിവ് ഉണങ്ങിയതായിട്ട് അവർക്ക് ആ തുടയെല്ലിൽ നിന്നും കാണാൻ പറ്റി. മാർഗരറ്റ് മീഡ് പറയുന്നത് അതാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് വളർന്നതിൻ്റെ ഒരടയാളമായിട്ട് താൻ കാണുന്നതെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഡിസേബിൾഡ് വ്യക്തികളെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വന്നപ്പോൾ മുതലാണ് മനുഷ്യൻ സമൂഹ ജീവിയായിട്ട് മാറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ആഴമേറിയ പ്രാധാന്യമുള്ളൊരു കാഴ്ചപ്പാടാണ് ഡിസേബിൾഡ് വ്യക്തികളെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു പോരാട്ടം നടത്തേണ്ടി വന്നു നമ്മൾക്ക് ഓരോ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട്? ആ പോരാട്ടങ്ങളുടെ പരിണാമം ഏത് രീതിയിലായിരുന്നു, എവല്യൂഷൻ ഏത് രീതിയിലായിരുന്നു, അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സാമൂഹ്യശാസ്ത്രം, അതിൻ്റെ ഭാവി, ഈ 3 ഏരിയകളിലേക്കും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്നു. മുരളീധരൻ സാറിനെ ചർച്ചയുടെ തുടക്കമിടാനായിട്ട് ക്ഷണിക്കുന്നു. ഈ ഫെസ്റ്റിവലിൽ ആദ്യത്തെ സെഷൻ്റെ തുടക്കമാണിത്. സോ ബേസിക്കലി ലേയിങ് ദ ഗ്രൗണ്ട് ഫോർ ഇറ്റ്. എനിക്കൊരു ഡിസബിലിറ്റി, വേറെ പലതും അതിനപ്പുറം ഒരു ഡിസബിലിറ്റിയിൽ മലയാളം ഭാഷ കുറച്ചെങ്ങനെ സംസാരിക്കാന്നുള്ള ഭാഷയെ കുറിച്ച് അറിയില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഡിസബിലിറ്റി ആസ് ഫാർ ആസ് ഐ എം കൺസേൺ. സോ ഐ വിൽ ബി കൺവേയിങ് മൈ തോട്ട്സ് ഇൻ ഇംഗ്ലീഷ്. ശബരി വുഡ് ബി ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ്. ഐ എം സോറി. മലയാളം അധികം പുറത്ത് പഠിച്ച് വളർന്നതും എല്ലാം പുറത്താണ്. മലയാളം പഠിച്ചിട്ടില്ല. കുറച്ച് വീട്ടിൽ സംസാരിക്കുന്നില്ല, എനിപ്പുറം മലയാളം എനിക്കറിയില്ല. അതുകൊണ്ട് മലയാളത്തിൽ ഞാൻ സംസാരിക്കാനൊരു പ്രയാസം നടത്തുന്നില്ല. ഞാൻ പറയുന്നത് വേറെയും നിങ്ങൾ മനസ്സിലാക്കുന്ന വേറെയും ആവാൻ പാടില്ല. ആസ് ഫാർ ആസ് കൺസേൺ ആവശ്യമുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു സ്പീക്ക്, ബട്ട് ജനറലി മലയാളത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക. ശബരി, ആക്ച്വലി I am actually grateful to the organizers for actually organizing such an event in Kozhikode around the theme of disability and inclusion. Actually, inclusion means various things to various people. Actually, as far as disabled are concerned, and the film, that the documentary that has shown
shown ahead of this session actually conveys various things, whether it be transport, whether it be employment, whether it be education, whether it be healthcare. In all these spheres, what would inclusion mean for people with disabilities is what was sought to be conveyed by in the film that was screened earlier. സമൂഹത്തിലെ പലർക്കും ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫെസ്റ്റിവൽ നമ്മുടെ മുന്നോട്ട് കൊണ്ടുവന്നതിന് ഇതിൻ്റെ സംഘടനയെ അഭിനന്ദിക്കുകയാണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും പലതാണ്. അത് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലെ പല നിലകളുടെ കാര്യത്തിലാണെങ്കിലും ഇൻക്ലൂഷൻ ഒരു പ്രധാനപ്പെട്ട ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിനെയും കൂടിയിട്ടാണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. The treatment of disabled history actually has not been documented. There are no writings either internationally or about in India also, of the disability movement also. So it's very difficult to actually talk about disability movement, its history also. But at the same time, there is various versions actually of various texts, different texts. How do you interpret those texts is also depends on how disability was treated. Various religious texts, whether it be Hindu mythology or Islam or even Christianity, all these religious texts also in some way or the other refer to disabled people. Later also, various writings about various authors have written these things. All those texts also actually reflect on how disabled people were treated over a period of time. Manu, for example, Manuvad. Manu in his Manu in his code actually talks about the treatment that disabled people should be given. He says the disabled people will have no share in property. When rituals are conducted after death, Shraddh that is called in Hindu, this thing, disabled people will not be allowed to participate in that. No one should marry a disabled woman. Various such things. I'm not going to all those details, but that reflects on how society at that point of time treated disabled people. ഡിസബിലിറ്റിയെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയും പല സംസ്കാരത്തിനകത്ത് പല രീതിയിലാണ് കാണപ്പെടുന്നത്. അത് പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഹിന്ദു വിശ്വാസ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ഇതിൻ്റെ തുടക്കകാലത്ത് സമൂഹത്തിൽ ഡിസേബിൾഡ് വ്യക്തികളെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ മനുസ്മൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ മനുസ്മൃതിയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് സ്വത്തിൽ പങ്കു കൊടുക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ ആരും കല്യാണം കഴിക്കരുത്, വിവാഹത്തിന് അവരർഹരല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ കാഴ്ചപ്പാട് മാറുന്നതിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്ന് വായിക്കുന്നതും ഡിസബിലിറ്റിയുടെ ചരിത്രത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള വായന തന്നെയാണ്. അത് ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിനും നമുക്ക് ലഭിക്കുന്ന ഗ്രന്ഥങ്ങളുടെയും മറ്റ് ഡോക്യുമെൻറ്റുകളുടെയും അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. When we were an agrarian economy or feudal society basically, the disabled were in some form or other, though the treatment was not treatment, still disability was still considered a curse, isn't it? Hindu mythology actually talks about sanchita karma,
karma, a karma that you acquired from earlier life. All those karma, that means a disabled person, a person is born disabled because of the karma or bad deeds that he has committed in earlier life. It is a reflection of that. That is how it was treated. But at the same time, in feudal times actually, despite all this, disabled people were part of the larger society. They were absorbed in the economy, agrarian economy. They were doing some job with the other. But later on, as we turned into industrialized society, families became small and people migrated to city, disabled people became displaced from the society. നമ്മളൊരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്ന സമയത്ത് പോലും ഡിസേബിൾഡ് വ്യക്തികളെ വൈകല്യമുള്ളവരായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. പൗരാണിക കാലത്താണെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളുടെ മോശം കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത് എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു കാർഷിക സമൂഹമായപ്പോഴും ഡിസബിലിറ്റിയെ വൈകല്യമായി കരുതി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് വ്യാവസായികവൽക്കരണം വന്നു. സമൂഹം കുറച്ചുകൂടി വലുതാവുകയും സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സമൂഹത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉൽപാദനക്ഷമമായ പ്രവർത്തികളിൽ ഏർപ്പെടാൻ ഡിസേബിൾഡ് വ്യക്തികൾക്ക് പറ്റിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഉൾക്കൊള്ളാൻ സമൂഹത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഡിസേബിൾഡ് വ്യക്തികൾക്ക് അപ്പോഴും അവസരം കിട്ടുന്നുണ്ടായിരുന്നില്ല മതിയായിട്ടുള്ള രീതിയിൽ. In India, actually the history of the disabled movement, though there is no recorded history, but still, when the Constituent Assembly was formed, the first representation, one of the first representation that went to the Constituent Assembly was from an organization called the Deaf and Dumb Society in Bombay. They represented before the Constituent Assembly that disabled persons should be given equal treatment. And that disability-based discrimination should end. So, history of disability movement in India, a post-independence period, if I would start, I would actually place it from there. ശരിക്കും ഇന്ത്യയിലെ ഡിസേബിൾഡ് അവകാശ പോരാട്ടങ്ങൾ ഭരണഘടനയുടെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. ഭരണഘടനയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡെഫ് ആൻഡ് ഡം സൊസൈറ്റി എന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ ഭരണഘടനാ ഓർഗനൈസേഷൻ്റെ മുന്നിൽ വരികയും ഡിസേബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന് ശക്തമായിട്ട് വിവേചനം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ വാദിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ആ ഡിസ്ക്രിമിനേഷൻ്റെ ആ വിവേചനത്തിൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ട് അന്ന് കാലം മുതലേ ശക്തമായി വാദിക്കാൻ നമുക്ക് ശബ്ദങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അവഗണിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. Though Dr. Ambedkar was sympathetic to the cause, but it did not get reflected in the constitution that India adopted. Article 14, Article 15 talks about equality. It talks about non-discrimination. Article 15 and 16 specifically say that a person cannot be discriminated on the basis of religion, on the basis of caste, on the basis of language, etc., etc. On the basis of gender also. It says sex, but on the basis of gender. The various such provisions, various such discriminations are actually prohibited under Article 15 and 16 of the Constitution. But disability is nowhere mentioned in the Constitution. ഡോക്ടർ അംബേദ്കറുടെ മുന്നിൽ ഇത്തരമൊരു ആവശ്യം വന്നപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ ഭരണഘടനയിലേക്ക് ഉൾച്ചേർക്കാൻ ഡോക്ടർ അംബേദ്കർക്ക് കഴിഞ്ഞിരുന്നില്ല. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 14 15 പലതരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരായിട്ട് വ്യക്തമായിട്ട് ഇത്തരം വിവേചനങ്ങൾ അരുത് എന്ന് പറയുന്നുണ്ട്. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ സാമൂഹ്യ സ്ഥിതിയുടെ പേരിലോ വരുമാനത്തിൻ്റെ പേരിലോ വിവേചനം അരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിസബിലിറ്റിയെ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ ഭരണഘടനയ്ക്ക് ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. This discrimination against disabled people actually continued till 1995 when the Rights of Persons with Disabilities Act was enacted. Before that, we had the RCI, Rehabilitation Council of India Act. There was a Mental Health Act was also there earlier. But
on the basis of eliminating discrimination, the law that first actually came into place was 1995 Persons with Disabilities Act, Equality and Non-Discrimination. That act actually came in 1995 only. Until then, there was no act that was specifically addressing issues of persons with disabilities. But that act also, as earlier, disability, it also viewed disabled people from the medical perspective. It relied more on charity and doles and things like that. It was not an anti-discrimination legislation at that point. It was not a rights-based legislation in that way. 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം വരുന്നത് വരേക്കും ഡിസേബിൾഡ് വ്യക്തികൾക്കെതിരായിട്ടുള്ള പല നിയമങ്ങളുണ്ടെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങളുണ്ടായിരുന്നെങ്കിലും കൃത്യമായിട്ട് വിവേചനങ്ങൾക്ക് അവസാനം വരുത്താനുള്ള നിയമപരമായിട്ടുള്ള പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുന്നേ വരേക്കും ഉണ്ടായിരുന്ന നിയമങ്ങൾ ഒരു മെഡിക്കൽ മോഡലിലും ഒരു ചാരിറ്റി മോഡലിലുമാണ് വർക്ക് ചെയ്തതെങ്കിലും വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരം നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് ലഭിച്ചത് 1995 PWD ആക്ട് മൂലമാണ്. Actually, many people actually say the reservation in employment actually began from the 1995 Act, which is not true. Actually, after the liberation of Bangladesh, 1971 of the 72 war, where Bangladesh was liberated, actually there were a lot of, soldiers who got amputated, who got disabled. To rehabilitate them, actually reservation was brought in at that point of time. 3% reservation actually dates before 1995. It's actually brought in the 1980s because it was in consideration of the people who got disabled during the liberation war of Bangladesh, actually. This was actually continued in the 1995 Act. ശരിക്കും എല്ലാവരും കരുതുന്നത് ഡിസേബിൾഡ് വ്യക്തികൾക്കുള്ള റിസർവേഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ തുടങ്ങിയത് 1995 PWD ആക്ട് മുതലാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള സൈനികർക്ക് വേണ്ടിയിട്ടാണ് റിസർവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, ഡിസേബിൾഡ് വ്യക്തികൾക്കുള്ള റിസർവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഭരണകൂടം കാര്യമായിട്ട് എടുക്കുകയും അന്നു മുതൽ തന്നെ ആ വ്യക്തികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള മാന്യമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടിയിട്ടാണ് 1995 വരേക്കും മുന്നോട്ട് വന്ന സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളും റിസർവേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളും പ്രാഥമികമായിട്ടും ഈ സൈനികരുടെ പുനരധിവാസത്തിനും തൊഴിൽപരമായിട്ടുള്ള ഉറപ്പിനും വേണ്ടിയിട്ടുള്ള നടപടിയായിരുന്നു. റിസർവേഷൻ 1971 ബംഗ്ലാദേശ് യുദ്ധാനന്തരം സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതിയായിട്ടാണ് മുന്നോട്ട് വന്നത്. When the 1995 Act was introduced in Parliament, it was voted. There was no voting actually. It was passed without any debate. Actually, any legislation that is passed in Parliament, actually this reflects the seriousness or the non-seriousness to the approach or the non-awareness of the issue that was there among Indian parliaments. Left, right, center, no political party, by the way, had actually discussed this issue in Parliament at that point of time. That is one thing. Second thing is that act also only covered 7 conditions that were considered disabling at that point of time, as opposed to the act that was so that apart from that, the violation of that act. So there are various provisions in that, but any government or department could get away with violation for non-implementation of education reservation, for non-implementation of accessibility requirements. Various requirements were there in the act, but they were not being implemented. But there were no penal provisions to actually, nobody could be penalized if the act was not implemented. This was one of the major drawbacks of the act that we were actually pointing out. 1995
PWD ആക്ട് നടപ്പിലായെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലൊരു വിജയകരമായിട്ടുള്ള നടപടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ ആക്ട് സഭയിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടപ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള ചർച്ചകളോ സംവാദങ്ങളോ ഇല്ലാതെ പാസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശത്തെക്കുറിച്ച് പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട സഭകളിൽ പോലും ചർച്ചകൾ നടന്നിട്ടില്ല. ആക്ടിലേക്ക് പുതിയതായിട്ട് ഡിസേബിൾഡ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള തരത്തിലുള്ള ആലോചനകളും നടന്നിട്ടില്ല. അങ്ങനെ യാതൊരു ഡിബേറ്റോ ചർച്ചകളോ ഇല്ലാതെ പാസ് ചെയ്യപ്പെട്ട വളരെ ദുർബലമായിട്ടുള്ളൊരു നിയമമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റുമായിരുന്നു. കാരണം ആക്ട് വൃത്തിയായിട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശിക്ഷയായിട്ട് എന്ത് നടപടി കൈക്കൊള്ളും എന്നതിന് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പലയിടത്തും വ്യക്തമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അത് എഡ്യൂക്കേഷനിലുള്ള, വിദ്യാഭ്യാസത്തിലുള്ള റിസർവേഷൻ ആയിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റിലുള്ള, ജോലിക്കായുള്ള റിസർവേഷനിലായിക്കൊള്ളട്ടെ, 1995 PWD ആക്ട് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന് മതിയായ ശിക്ഷ നൽകാനുമുള്ള ഭേദഗതികൾ അവിടെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ ദുർബലമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയത്. Then in 2007, the United Nations actually adopted the Convention of Rights of Persons with Disabilities, what we say in UNCRPD in short actually. The adoption of the UNCRPD actually brought about a paradigm shift in the manner in which disability is viewed and disability is treated actually. This paradigm shift actually brought about, forced Indian government also to bring about a legislation. Of course, the legislation came about after a prolonged struggle actually, after prolonged advocacy on the part of many organizations, including the NPRD to which I belong. In 2011, initially the government came up with hundreds of amendments to the existing legislation. What we said is that legislation, that existing Act 95 Act, is actually framed in a charity and a medical model. And the UNCRPD is more in a rights-based framework. So both are not compatible. So you cannot amend an existing legislation based on a charity model and to make it a more right-based model. So that is why we advocated a new law, a law to enforce the UNCRPD. That is how the advocacy for the RPD Act actually began. So in 2011, the first draft was actually brought about. Then 2012, another draft came about. Finally, in 2014, after many rounds of discussions actually, in which fortunately disability activities were also involved actually in this entire process and the making of this law. Actually, I would find this was a more democratic way in which a law should be actually framed or discussed in this thing, because many people were involved. Law institutes were involved, government servants were involved, disabled activists were involved, disabled organizations were involved. The involvement of so many people actually could see such a legislation actually being brought forward. 2011 UNCRPD ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഡിസേബിൾഡ് വ്യക്തികൾക്കായിട്ടുള്ള അവകാശ നിയമം UNCRPDയുടെ വരവോടുകൂടിയിട്ടാണ് ഒരു മെഡിക്കൽ മോഡലിൽ, ഒരു ചാരിറ്റി മോഡലിൽ, ഒരു സഹായം ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ ഫ്രെയിം വർക്ക് പൊളിച്ചുകൊണ്ട് അവകാശം എന്നുള്ള നിലയിൽ ഡിസബിലിറ്റി വ്യക്തികളുടെ അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിൽ NPRD ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പ്രധാനമായിട്ടും ഈ അന്താരാഷ്ട്ര ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശ നിയമത്തിൽ, കൺവെൻഷനിൽ പങ്കെടുത്ത് ഒപ്പിട്ട ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സർക്കാർ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നിയമം എന്നുള്ളൊരു ഫ്രെയിം വർക്കിൽ ഓൾറെഡി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം വെച്ചുകൊണ്ട് അവകാശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു
വെല്ലുവിളി നമ്മൾ നേരിട്ടു. ആ സമയത്താണ് NPRD ഉൾപ്പെടെയുള്ള ഒട്ടനേകം ഡിസേബിൾഡ് സംഘടനകൾ ഈ ഫ്രെയിം വർക്ക് മൊത്തം പൊളിച്ചുകൊണ്ട് പുതിയൊരു നിയമം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. 2011 അതിനൊരു ഡ്രാഫ്റ്റ് ഉണ്ടാവുകയും മറ്റ് പല ഡ്രാഫ്റ്റുകൾക്ക് ശേഷം 2014 ഡ്രാഫ്റ്റ് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അത് കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിൽ എങ്ങനൊരു നിയമം അതിൻ്റെ പങ്കാളികളെ, അതാരെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു മാതൃകയായിരുന്നു. കാരണം ഒട്ടനേകം ഡിസേബിൾഡ് സംഘടനകളുടെ പങ്കാളിത്തം ഈ നിലവിൽ നിലനിൽക്കുന്ന നിയമം ഏതൊക്കെ രീതിയിൽ മാറ്റിമറിക്കാമെന്നും ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശങ്ങളെ മുൻനിർത്തുന്ന രീതിയിൽ നിലവിലുള്ള വ്യവസ്ഥകൾ എങ്ങനെ മാറ്റി പണിയാമെന്നും വിശദമായ ചർച്ചകൾക്കും പല ഡ്രാഫ്റ്റുകൾക്കും ശേഷമാണ് 2014 നിയമം നമ്മുടെ മുന്നിൽ വന്നു നിന്നത്. അത് കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് ഉൾക്കൊള്ളലിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയായിരുന്നു ഈ രണ്ടാമത് വന്ന നിയമം. The 2014 draft bill that was brought before Parliament, actually, we had raised several fundamental issues, some objections to it, actually. Section 3.3, Section C says a person with disability cannot be discriminated against. A person with disability cannot be discriminated against. Correct. But Section 3.3, again, subsection 3, actually says if it is to achieve a legitimate aim, a person with disability can be discriminated if it is to achieve a legitimate aim. Do you understand? So the Section 3.3 actually is fundamentally opposed to what Section 3 actually says. So we said this should be removed. Because if you say this is an anti-discrimination legislation, in anti-discrimination legislation you cannot carry a clause which actually endorses discrimination. Those are one of the main objections to our the passage of the bill at that time. Due to various efforts, we could actually stall the bill at that time. We went to the standing committee, various other committees, and finally, 2016 bill also carried it in a modified manner. But still, the 2016 legislation, RPD Act 2016, is actually a very, very robust law as far as disability rights are concerned. It is based in a rights-based framework, actually. But, and also, it enhanced from seven conditions recognized in 1995 legislation. This legislation recognizes 21 conditions. Not only that, it also says there is also provision for including other conditions which may be considered at any other point of time. So if one condition is not recognized today, it can be added. The legislation has provision for that. So in the future, the various other rare diseases which are not recognized as disabling conditions as per the 2016 Act, but if proper advocacy is done, such conditions can also find place as a disabling condition in the 2016 legislation. This is one. Second thing is, it also enhances reservations from 3% to 4% in job reservations, in education from 4 to 5%, higher educational institutions. Of course, implementation is an issue that we can come to later. പലതരത്തിലും ഈ 2014 നമ്മുടെ മുന്നിൽ വന്ന ഡിസബിലിറ്റീസ് റൈറ്റ് ആക്ടിനും പോരായ്മകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സെക്ഷൻ 3 പറയുന്നത് വിവേചനപരമായിട്ടോ ഒന്നും ഡിസേബിൾഡ് വ്യക്തി നേരിടരുത് എന്നാണെങ്കിൽ തന്നെയും സെക്ഷൻ സിയുടെ സബ്സെക്ഷനുകളിൽ പറയുന്നത് വിവേചനപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പരോക്ഷമായിട്ടുള്ള രീതിയിൽ അനുവദിക്കുന്ന രീതിയിലുള്ള പോയിൻ്റുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് NPRD അതിനോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുകയും പിന്നെയും പലതരത്തിലുള്ള അമെൻമെൻറ്റുകൾക്ക് ശേഷം 2014 കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഡ്രാഫ്റ്റായിട്ട് മുന്നിലേക്ക് വരികയും ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1995 7 തരം ഡിസബിലിറ്റികൾ മാത്രമാണ് നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടതെങ്കിൽ
2016 ആവുമ്പോഴത്തേനും 21 തരം ഡിസബിലിറ്റികളെ അംഗീകരിക്കുന്ന രീതിയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് മാറുകയും ഈ 21 തരം ഡിസബിലിറ്റികളോടൊപ്പം തന്നെ ഭാവിയിൽ ഡിസബിലിറ്റി ആയി കരുതേക്കാവുന്ന പലതരം അവസ്ഥകളെയും ഇപ്പോൾ തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് അപൂർവ രോഗങ്ങളിൽ പല അവസ്ഥകളും ഡിസബിലിറ്റി ആയിട്ട് 2016 നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ പോലും അത്തരം അവസ്ഥകളുള്ളവരെ ഭാവിയിൽ ഡിസേബിൾഡ് ആയിട്ട് കണക്കാക്കാനുള്ള ഒരു പോയിൻറ്റും കൂടെ 2016 ഡിസബിലിറ്റി ആക്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കൂടുതൽ ജനാധിപത്യപരമായും ആ റിസർവേഷനെ കൂടുതൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പരിണാമം ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 1% റിസർവേഷനിൽ നിന്ന് 3% റിസർവേഷൻ എഡ്യൂക്കേഷനിലേക്ക് വളരുകയും 3% നിന്ന് 4% വളരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ 5% റിസർവേഷൻ 2017 ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യവൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അത് ചർച്ച ചെയ്യുന്നതായിരിക്കും. But implementation actually of the two, though we had a robust law, very good law, but the implementation, one is it's been tardy, second it's not being backed by financial, there are no financial budgetary allocations for it. So unless budgetary allocations are made, the act cannot be implemented properly. So one of the fights, one of the main issues that the NPRD has actually been taking, we have been taking up, and many other organizations are taking up, is adequate budgetary allocations for the implementation of the RPD Act. Unfortunately, what we have been seeing over the course of the last 10 years, budgetary allocations to the Department of Empowerment of Persons with Disabilities, that is our nodal department, has actually been going down. And even for the Accessible India campaign that this very same government, actually Modi government itself brought up in 2015, an Accessible India campaign, which has 3 verticals: access to transport, access to build infrastructure, access to information and communication technology. These 3 verticals that form the part of the Accessible India campaign was part of the budget earlier. There was a separate head in the budget for Accessible India campaign. Now that budget head has been removed. Not only budget head has been removed, even the allocations that were there earlier have been actually substantially reduced. So even the flagship campaign of the Modi government is actually finds no place in their discourse now. It was reduced to advertisement even earlier. Now when the advertisements have disappeared from newspapers and media houses. So the sincerity, having a law is good, but the taste of the pudding, as the saying goes in English, the taste of the pudding actually lies in its eating. So how far have been implemented, how far we implement is actually what matters actually. ഈ നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിലും അതിൻ്റെ നടപ്പിലാക്കൽ പ്രക്രിയയുടെ പാളിച്ചകൾ മൂലമാണ് ഇപ്പോഴും നമ്മളുടെ പല അവകാശ പോരാട്ടങ്ങളും ലക്ഷ്യം കാണാത്തത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് 2016 നിയമത്തിൻ്റെ പല സെക്ഷൻസും ഇപ്പോഴും നടപ്പിലാക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരസ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് മുന്നേ. ആക്സസബിൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പരസ്യം മോദി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗതാഗത മാർഗങ്ങളിലേക്കുള്ള ആക്സസ് എന്ന് വെച്ചാൽ അത് സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള ശേഷി, ഗതാഗത മാർഗങ്ങളിലേക്കുള്ള സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവരുടെ ശേഷി, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ സ്വതന്ത്രമായിട്ട് ഡിസേബിൾഡ് വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളും സ്വതന്ത്രമായിട്ടും
സ്വയമായിട്ടും അവ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആക്സസ് ഇന്ത്യ ക്യാമ്പയിനാണ് മോദി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലക്രമേണ അതിലേക്കുള്ള സാമ്പത്തിക നീക്കിയിരിപ്പുകൾ കുറച്ച് കൊണ്ടുവരികയും ബജറ്റ് കുറച്ച് കൊണ്ടുവരികയും അവസാനം പരസ്യങ്ങളിൽ മാത്രം അത് ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പരസ്യങ്ങളിൽ പോലും അത് ഇല്ല. മോദി ഗവൺമെൻറ്റിൻ്റെ പല ഔദ്യോഗിക ഡോക്യുമെൻറ്റുകളിലും ആക്സസ് ഇന്ത്യ ക്യാമ്പയിനിനെ കുറിച്ചിട്ടുള്ള തലക്കെട്ട് പോലും എടുത്തു മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ NPRD ഉൾപ്പെടെയുള്ള സംഘടനകൾ, NPRD മറ്റു സംഘടനകളിലേക്കും ഡിസേബിൾഡ് വ്യക്തികളിലേക്കും മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന് സമയം കണ്ടെത്താനും ബജറ്ററി അലൊക്കേഷൻസ്, സാമ്പത്തികമായിട്ടുള്ള പിന്തുണ, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് സമരപരിപാടികൾ NPRD ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. I think there are big challenges before us actually. Apart from the implementation of the RPD Act, there are various challenges that are there before us. For these challenges can be met only if the disabled community is united actually. Unfortunately, the history of the disabled movement in the country actually shows that we have been divided in silos actually. We have been divided into various compartments. Earlier it was, as I said earlier, it was a deaf and dumb society which actually gave a memorandum to the Constituent Assembly demanding anti-discrimination legislation. Later on, an organization called the National Federation of the Blind came into existence in 1970. It was a powerful organization, but represented the blind community only. Later on, various organizations typically confined to one specific disability came about. There are various organizations at the state level, at the national level. But all of them are not confined to their own specific issues in this thing. Cross-disability issues advocacy has been actually lacking. That is where organizations like us have actually come about and advocate more on cross-disability issues that are connected, all disabled actually, not just confined to issues of blind, not confined to issues of deaf, not confined to issues of locomotor disability or blessed disorders, but issues that are common to all disabled people. Such advocacy needs to be actually gather strength. I'm not talking that we alone should do it. Other organizations, other people also need to come together to raise a voice so that what this documentary talked about of earlier, of a vision, of a country, of a world in which all of us are included, all of us are part of one. Such a thing actually comes about. In that vision actually, towards that actually, I am sure this festival that is being organized in Kozhikode, this festival for inclusion of disabled people in society, in mainstream society, would come about. With these words I conclude. ദുഃഖകരമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഡിസേബിൾഡ് വ്യക്തികൾ, സംഘടനകൾ പല മുന്നേറ്റങ്ങളുടെയും കാര്യമെടുത്ത് നോക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ പിരിഞ്ഞിരിക്കുന്നത് ആണ് നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയേണ്ടി വരും. ബ്ലൈൻഡായിട്ടുള്ള ആളുകളുടെ വിഷയത്തിന് മാത്രം ഇടപെടുക, ഡെഫായിട്ടുള്ള ആളുകളുടെ വിഷയത്തിന് മാത്രം ഇടപെടുക, വീൽചെയർ യൂസർമാരുടെ വിഷയത്തിൽ മാത്രം ഇടപെടുക എന്ന് പലതായി പിരിഞ്ഞു കിടക്കുകയും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് വരേണ്ട ആവശ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റാതിരിക്കുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നിയമപരമായിട്ടും അല്ലാതെയും നമ്മളുടെ അവകാശങ്ങളും നമ്മളുടെ ഇടങ്ങളും നമ്മളുടേതാണെന്ന് പറയാൻ നമ്മളെ തടുക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ NPRD അങ്ങനെ ഒറ്റ ഡിസബിലിറ്റി അല്ലാതെ മറ്റ് ഡിസബിലിറ്റികളെ, എല്ലാ തരം ഡിസബിലിറ്റികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുന്നിൽ ഡിസേബിൾഡ് വ്യക്തികളുടെ പ്രശ്നങ്ങൾ ആദ്യം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവതരിപ്പിച്ചത്
മുംബൈയിലുള്ള കമ്മ്യൂണിറ്റി ഓഫ് ഡെഫ് ആൻഡ് ഡംബ് എന്ന് പറയുന്ന സംഘടനയായിരുന്നു. അതിനുശേഷം ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവലിലുള്ള സംഘടന അന്ധരായ വ്യക്തികളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഇത്തരം ഒറ്റപ്പെട്ട പലതരം കൂട്ടായ്മകളുടെ ഓരോ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയുടെയും പ്രത്യേകതകളുള്ള തനതായ കൂട്ടായ്മകൾ മാത്രമായിട്ട് നിൽക്കുന്നതിലേക്ക് നമ്മൾ പലപ്പോഴും ഒതുങ്ങിപ്പോകാറുണ്ട്. അത്തരം വേർതിരിവുകളെ മറച്ചു വെച്ച് ക്രോസ് ഡിസബിലിറ്റി, പലതരം ഡിസേബിൾഡ് വ്യക്തികളുടെയും പലതരം ഡിസേബിൾഡ് സമൂഹങ്ങളുടെയും പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡിസേബിൾഡ് സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളും എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ടും നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പോരാടാൻ കഴിഞ്ഞാലേ മുന്നോട്ടുള്ള ഭാവി ശോഭനമായിരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടായിട്ടാണ് ഈ ഡിസബിലിറ്റി ഫെസ്റ്റിവലിനെ ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഈ ഫെസ്റ്റിവൽ നയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ചർച്ചയിലേക്ക് നേരിട്ട് കടക്കാമെന്ന് കരുതുന്നു. ഒരു ഇൻ്ററാക്റ്റീവ് ചർച്ചയായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സാർ അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആ ഭാഗം ഞാൻ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. സാർ, നമ്മൾ ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പർട്ടിക്കുലർ പോയിൻ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ മെഡിക്കൽ മോഡൽ അല്ലെങ്കിൽ ചാരിറ്റി മോഡലിലുള്ള പല ഇടപെടലുകളും നമുക്ക് റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കണക്കാക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാവിത്രിഭായ് ഫൂലെ ലെപ്രസിയുള്ള കുഷ്ഠരോഗമുള്ളവർക്കായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ മുന്നേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ നമുക്ക് ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം കാണാൻ പറ്റും? അതിൻ്റെ റൈറ്റ്സ് ബേസ്ഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ കഴിയും. ദർ ആർ ലോട്ട് ഓഫ് NGOs ആക്ച്വലി വർക്കിംഗ് ഇൻ ഡിസബിലിറ്റി, ബട്ട് മോർ ഡൂയിങ് ചാരിറ്റി ആക്ച്വലി. ലെപ്രസിയിൽ വർക്ക് ചെയ്ത ഒരുപാട് സംഘടനകളുണ്ട്. ലൈക്ക് ലെപ്രസി മിഷൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ വേറെ ലെപ്ര ഫൗണ്ടേഷൻ ഉണ്ട്. ഇങ്ങനെ പല സംഘടനകളും വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ലെപ്രസി, കൺഫൈൻഡ് ടു ലെപ്രസി. Apart from that also, there are various other organizations that have been doing tremendous good work. I'm not discounting their work, but their work was more addressing specific issues, more on charity actually, more to gain some sort of punya, what. It may be in that framework, it may not be in that framework, but still, it was more charity oriented, more based on donations that you get, but not on the rights-based orientation. A right would be a different thing when you sort of about. For entering this stage, when I say inclusion, the point that is a ramp to enter this place actually provides a person who would be denied the right to enter this time, the ramp was not there. So that would constitute a right, isn't it? The film that I was talking about, 10% buses in Kerala are only low floor buses. 10% is actually a higher figure. I don't know where he got the 10% from, but still it's a very high figure. But whatever that be, unless 100% buses in the state are disabled friendly, are low flow, it is denial of a right. So that work has not done. That sort of work has actually not been done by these charitable organizations. So, but whatever that may be, the work that they have done cannot be discounted. They have done tremendous work that is appreciable and has actually laid the foundation for, I would say that is, I would agree with you in the sense that they laid the foundation for the future work of disability organizations that actually advocated on rights. സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാലും ഇപ്പോൾ ഈ കുഷ്ഠരോഗ പുനരധിവാസ പ്രവർത്തനങ്ങൾ, സാവിത്രിഭായ് ഫൂലെ പോലെയുള്ള നേതൃത്വങ്ങൾ നൽകിയ കുഷ്ഠരോഗ പുനരധിവാസ പ്രവർത്തനങ്ങളെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കണക്കാക്കാമെങ്കിലും അത് ഡിസബിലിറ്റി അവകാശ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് എത്രത്തോളം കണക്കാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, കാരണം അവരുടെ നമ്മളെ നോക്കിക്കാണുന്ന രീതി ചാരിറ്റിയുടേതായിരുന്നു. അത് കുറച്ചും കൂടെ അവകാശം എന്നുള്ള രീതിക്ക് ഡിസബിലിറ്റിയെ കാണുന്നതായിരുന്നില്ല.
ഉദാഹരണത്തിന് ഈ സ്റ്റേജിലേക്ക് കയറി വരാൻ നമുക്കൊരു റാമ്പ് ഉണ്ടാവുമ്പോൾ അത് നമ്മളുടെ നിലനിൽപ്പിനെ അംഗീകരിക്കുന്നതാവുന്നു, നമ്മളുടെ അവകാശത്തെ അംഗീകരിക്കുന്നതാവുന്നു. അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ആ അവകാശം എന്നുള്ള നിലയിൽ നമ്മളെ കണ്ടിട്ട് അതിനെ അംഗീകരിച്ച് അതിനേക്ക് പരിപോഷിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങളെയാണ് കുറച്ചും കൂടുതൽ കൃത്യമായിട്ട് റൈറ്റ്സ് ബേസ്ഡ് മൂവ്മെൻറ്റ്, അവകാശം മുൻനിർത്തിയുള്ള പ്രവർത്തനം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ കേരളത്തിലെ ബസ്സുകളിൽ 10% ലോ ഫ്ലോർ ബസ്സുകളാണെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 10% വളരെ ചെറുതാണെങ്കിലും അതൊരു വളരെ വലിയ നമ്പർ തന്നെയാണ്. പക്ഷേ 100% ലോ ഫ്ലോർ ബസ്സുകൾ വരികയും ഡിസേബിൾഡ് വ്യക്തികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ബസ്സുകൾ മാറാത്തിടത്തോളം കാലം അർഹതപ്പെട്ട അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുക തന്നെയാണ് ചെയ്തത്. എന്നിരുന്നാൽ തന്നെയും സാവിത്രിബായി ഫൂലെ പോലെയുള്ള ആളുകൾ ഡിസേബിൾഡ് വ്യക്തികൾക്ക്, ലെപ്രസി കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് വന്ന ഡിസേബിൾഡ് സംഘടനകൾക്ക് അവകാശം എന്നുള്ള രീതിയിൽ അതിനെ മുന്നോട്ട് കണ്ട് പോവാനുള്ള അടിക്കല്ല് നാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അവയെ അവരുടെ ചരിത്ര പ്രാധാന്യത്തെ അംഗീകരിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. സർ, ഇതുപോലെ തന്നെ ഇപ്പോൾ സാവിത്രിബായി ഫൂലെയുടെ ആ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിലും ചരിത്രപരമായിട്ട് ഡിസബിലിറ്റിയെ കുറച്ചും കൂടെ ചാരിറ്റി ബേസ്ഡ് ആണെങ്കിലും കുറച്ചും കൂടെ ഉൾക്കൊള്ളലോട് കണ്ടിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം വായിച്ച ഒരു വ്യക്തി, കുറച്ചെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ മിഷനറി പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലിപ്പോൾ പല തരത്തിൽപ്പെട്ട വിവേചനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യരായിരുന്നു അപ്പോഴും ഉള്ളത്, ഇപ്പോഴും ഉള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ജാതിയുടെ പേരിലുള്ള തൊട്ടുകൂടായ്മ പോലെയുള്ള, അൺടച്ചബിലിറ്റി പോലെയുള്ള ചാലഞ്ചസ് അന്ന് ഉണ്ടായിരുന്നു. ജെൻഡറിൻ്റെ പേരിലുള്ള, ലിംഗത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ മുകളിലേക്ക് മിഷനറി പ്രവർത്തനങ്ങൾ കാരണം ഇപ്പോൾ സർജറി പോലെയുള്ള ഇഷ്യൂസ്, ആംപ്യൂട്ടേഷൻ പോലെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ തന്നെയും, ആംപ്യൂട്ടി ആവുകയാണെങ്കിൽ തന്നെയും ജീവൻ രക്ഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ മുന്നേറ്റമായിട്ട് കാണുന്ന അവസ്ഥയായിരുന്നു 1920-കളിൽ. അപ്പോൾ ആ തരത്തിൽ മിഷനറി പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടെന്ന് സാറ് കരുതുന്നുണ്ടോ? കേരളത്തെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല, പക്ഷേ പുറത്ത് പല സ്ഥലത്തും നടന്നു. അമൃത്സറിൽ ആദ്യത്തെ ബ്ലൈൻഡ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത് മിഷണറീസിൻ്റെ ഒരു പങ്കുണ്ട് അതിനകത്ത്. അങ്ങനെ പല സ്ഥലത്തും മിഷണറീസ് ഹാവ് ഡൺ, വേരിയസ് അതർ ഓർഗനൈസേഷൻസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് limited to Christian mission. Christian missionaries of course have played a big role, but other religious organizations, charity-based organizations have also played a role. So even Stan Swami also was, and even apart from that, a non-religious way, Mahatma Gandhi also was very eradication of leprosy. He worked upon leprosy people also. So it's not just, of course, missionaries, I am not discounting the role of the missionaries, they have played a very, very great role, but others have also played an equally important role. I don't know about Kerala. സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മിഷണറിമാർ എന്നുള്ള രീതിക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ എന്നുള്ള രീതിക്ക് മാത്രമല്ല, മറ്റ് മതത്തിലുള്ള, ഇപ്പോൾ ഇസ്ലാമിനെ പോലെയുള്ള ആളുകളുടെ ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മുന്നേറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിസേബിൾഡ് വ്യക്തികളുടെ ആരോഗ്യ സൗഖ്യത്തിലേക്ക് പ്രധാനമായിട്ടും പങ്ക് നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി പോലും ഡിസേബിൾഡ് വ്യക്തികളോട് അനുഭവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനമാണ് എടുത്തത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഫാദർ സ്റ്റാൻ സ്വാമിയുടേതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ബോധം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യം അറിയില്ലെങ്കിൽ തന്നെയും ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടും അന്ധരായിട്ടുള്ള വ്യക്തികൾക്കും മറ്റ് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റികൾക്കും ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുള്ള ഊർജം ചെറുതല്ല എന്ന് പറയേണ്ടി വരും എന്നുള്ള നിലയ്ക്കാണ് സാർ പറയുന്നത്. ഇപ്പോൾ 1960-കളുടെ ഒരു പശ്ചാത്തലത്തിൽ ജഗദീഷ് ചന്ദറൊക്കെ നടത്തുന്ന ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ,
ഒരു വശത്ത് ജയപ്രകാശ് നാരായൺ പോലെയുള്ള ആൾക്കാരുടെ ഒരു റാഡിക്കൽ ടൈപ്പ് മൂവ്മെൻറ്റ് വരുന്നു. ഒരു ഗാന്ധിയൻ മൂവ്മെൻറ്റ് കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് വളർന്ന് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലൊരു ഡിസബിലിറ്റി മൂവ്മെൻറ്റിൻ്റെ തുടക്കം ഒരു എന്താ പറയുക ഓർഗനൈസ്ഡ് ലെവലിലേക്ക് ഡിസബിലിറ്റി മൂവ്മെൻറ്റ് വരുന്നത് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെയൊക്കെ ഒരു സ്ഥാപനത്തോട് കൂടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് ഒരു മിഡിൽ ക്ലാസ് ഇൻ്റലക്ച്വൽസിനുണ്ടായിരുന്നതൊരു അപ്പതിയാണെന്നുള്ള രീതിക്ക്, ഒരു നിർവികാരതയാണ് എന്നുള്ള രീതിക്ക് ജഗദീഷ് ചന്ദർ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് സാർ എങ്ങനെ കാണുന്നു? അല്ല, എൻ്റെയും ക്രിറ്റിസിസം ഇപ്പോഴും എന്ന് വെച്ചാൽ മെയിൻ ഡോമിനേഷൻ ഇപ്പോഴും നഗരങ്ങളിൽ മെയിൻലി ഡൽഹി ബേസ്ഡ് NGOs ആണ് കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ. അവരുടെ ഡിസ്കോഴ്സാണ്, അവർ തീരുമാനിക്കുന്ന അജണ്ടയാണ് ഒരു മെയിൻ ഇതായിട്ട് വരുന്നത്. അത് നാഷണൽ സെൻറ്റർ ഫോർ പ്രൊമോഷൻ ഓഫ് NCPDP ആക്ച്വലി ഫൗണ്ടർ ഇറ്റ്സ് ആക്ച്വലി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഭാഗമായിരുന്നു ആദ്യം. സോണിയാഗാന്ധി വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദറ്റ് ഓർഗനൈസേഷൻ ഓൾസോ. ഈവൻ ദാറ്റ് led by Javed Abidi actually at that point. He was a good prominent advocate of disability rights. But still, it advocated more for the higher middle class, upper middle class and upwardly mobile people. Access to airports, access to planes and various such other things. But they never talked about access to road transport. They never talked about access to buses and things like that. I'm just giving an example. But their main concentration was actually on, major agenda was actually reflected the urge of the upperly mobile classes actually. And Jagdish Chandra's contention was correct. In the sense, the formation of NFB, National Federation of the Blind, though NFB reflected only the issues of blind, but still NFB reflected the demands that NFB actually raised were more of the lower strata of society, of people among the lower rungs. In that way, it was actually a break away from the past, trying to make a break away from the past. ജഗദീഷ് ചന്ദറിൻ്റെ നിരീക്ഷണം ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യമാണ്. അതായത് ആ സമയത്തുണ്ടായിരുന്ന മധ്യവർഗ ഇൻ്റലക്ച്വൽസിന്, ബുദ്ധിജീവികൾക്ക്, ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശ പോരാട്ടങ്ങളോട് ഒരു നിർവികാരതയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണം ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം NCPRT രാജീവ് ഗാന്ധി ഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡിസബിലിറ്റി അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയായിരുന്നു. സോണിയാഗാന്ധി ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടന ഈ കണ്ടംപററി ആയിട്ടുള്ള, ഈ പ്രസൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള സംഘടന എടുക്കുന്ന നിലപാടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ പോലും ഈ പറയുന്ന ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സംവാദങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ഉയർന്ന വർഗത്തിൽപ്പെട്ട ബിസിനസ് ക്ലാസ്സുകാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു മനോഭാവമാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് കരുതേണ്ടി വരും. കാരണം NCPRP സ്ഥാപിക്കപ്പെട്ട സമയത്ത് അവർ പലതരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഉയർന്ന ക്ലാസ്സിലുള്ള ഡിസേബിൾഡ് വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്ന രീതിക്കായിരുന്നു. അവർ ഫ്ലൈറ്റിലെ ആക്സസിബിലിറ്റിയെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത്. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ആക്സസ് കിട്ടാനുള്ള, ഉപരിമധ്യവർഗ ആളുകൾ ഇടപെടുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആക്സസിബിലിറ്റി കിട്ടാനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് കൂടുതൽ വാദിച്ചത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴും അത്തരത്തിലുള്ള സംവാദങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള മനോഭാവങ്ങളാണെന്ന്
പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ ജഗദീഷ് ചന്ദർ പറയുന്നത് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണെങ്കിൽ പോലും അതൊരു ശരിയായിട്ടുള്ള നിരീക്ഷണമാണ് എന്നാണ് പറഞ്ഞത്. 1977 1977 മെമ്മോറാണ്ടം മുന്നോട്ട് വന്ന സമയത്ത് ഡിസേബിൾഡ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ 1% നിന്ന് 3% ഉയർത്തണം എന്ന് പറഞ്ഞിട്ടൊരു മെമ്മോറാണ്ടത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഡിസേബിൾഡ് വ്യക്തികൾ പങ്കെടുക്കുന്നത് പോലും ഒരു റാഡിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ടാണ് അന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ റാഡിക്കൽ എന്ന് പറയാനും മാത്രം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് 70s പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥകൾ എമർജൻസി പീരീഡിനോട് അനുബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതെന്തുകൊണ്ട് റാഡിക്കലായിട്ട് കാണപ്പെട്ടു? നമ്മളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് റാഡിക്കലായിട്ട് കാണപ്പെട്ടത്? ഡിസേബിൾഡ് ആസ് എ ക്ലാസ് ഷുഡ് ബി നോൺ പൊളിറ്റിക്കൽ എന്നുള്ളതാണ് എൻ ജി ഒ ഡോമിനേറ്റഡ് ഡിസ്കോഴ്സാണല്ലോ. അവർ പറയുന്നത് ഡിസേബിൾഡ് ആസ് എ ക്ലാസ് ഷുഡ് ബി നോൺ പൊളിറ്റിക്കൽ. ഒരു ഇഷ്യൂവിനെ കുറിച്ചും യു ഷുഡ് നോട്ട് ടേക്ക് എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഓൺ സച്ച് ഇഷ്യൂ. ദാറ്റ് ഈസ് ദെയർ അണ്ടർസ്റ്റാൻഡിംഗ്. ദ പ്രോബ്ലം ഈസ് everything is dictated politics. In today's conditions, what you eat, the dress you wear, where you go, everything is dictated by politics, the parties that is dominant. So the issue, you can't be non-political. You have to be political. What is your politics is a different thing. But people who want you to stay away from politics, not hear your voices because your voices are right. So, anti-discrimination, the fight for anti-discrimination, fight against discrimination cannot be apolitical. Let us be very clear about that. It is a political issue. So to ask us to be non-political is saying that you should not fight for your rights. When you fight for your rights, people say you're radical. We, from the NPRD, we have been saying, we came out staunchly in favor for the release of Stan Swamy when he was jailed. We said he is a person with disability, he has been wrongly confined to jail, he should be released. With Parkinson, had a Parkinson's. Even for providing a sipper to him, he needed a straw and a sipper to actually intake of fluids for drinking water also. For that also we had to petition the National Human Rights Commission. We talked about Dr. Sai Baba, G.N. Sai Baba. Finally he was released, but he was almost killed because of his illness, because he died later, but because of the denial of treatment to him in jail. He was acquitted by the Supreme Court again. Let's all be very clear. But which are the organizations that actually talked about Stan Swamy or Sai Baba? They all wanted to remain non-political. So that lacuna that is there in the Indian disability movement actually has to be overcome. We have to become political. I am not talking about party politics, I am talking about politics of the disability movement. അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച്, സ്വന്തം അധികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ അവകാശ പോരാട്ട മൂവ്മെൻറ്റുകളും, എല്ലാ സംഘടനാപരമായ മൂവ്മെൻറ്റുകളെയും നിശബ്ദരാക്കാനും അരാഷ്ട്രീയവൽക്കരിക്കാനുമാണ് NGOകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്നാണ് സാറ് പറയുന്നത്. ഡിസബിലിറ്റി റൈറ്റ്സ് പ്രത്യേകിച്ചും NGO ഡോമിനേറ്റഡ് ആയിട്ടുള്ള NGOകൾക്ക് മേൽക്കൈയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവാദങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് NGOകൾ എടുക്കുന്ന നിലപാടിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ചരിത്രപരമായി ഏതൊക്കെ സമരങ്ങളിൽ, ഏതൊക്കെ സമയത്ത് അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് കലഹിച്ചിട്ടുണ്ടോ, സിസ്റ്റത്തിനോട് കലഹിച്ചിട്ടുണ്ടോ, ആ സമയത്തൊക്കെ നമ്മൾ
അതിതീവ്ര നിലപാടാണ് എടുക്കുന്നതെന്നും അക്രമാസക്തരായി പെരുമാറുന്നുവെന്നും രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം പലപ്പോഴും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കാനായിട്ട്, ദ്രവരൂപത്തിലുള്ള ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ഒരു സ്ട്രോ കൊടുക്കാനായിട്ട് NPRD പലപ്പോഴും സമീപിച്ച സമയത്ത് അത് നിഷേധിക്കപ്പെട്ടു. NPRD അടക്കമുള്ള പല ഓർഗനൈസേഷൻസും നിരന്തരം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് അദ്ദേഹത്തിനൊരു സിപ്പർ, ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്ട്രോ പോലും എത്തിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ GN സായിബാബയുടെ കാര്യം. GN സായിബാബയും അദ്ദേഹത്തിന് വെറുതെ വിടുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെയും പല അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയും അദ്ദേഹത്തിന് ജയിലിൽ കഠിനമായിട്ടുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഏത് ഡിസേബിൾഡ് സംഘടനകളാണെങ്കിലും ഇത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്ക് എതിരെ രാഷ്ട്രീയപരമായിട്ട് പ്രതിഷേധിക്കുന്ന ഏത് ഡിസേബിൾഡ് സംഘടനകളാണെങ്കിലും അത്തരത്തിലുള്ള സംഘടനകളോട് തീരെ അനുഭവപൂർവമല്ലാത്ത ഒരു പ്രതികരണമാണ്, അരാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണമാണ് NGOകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഡിസേബിൾഡ് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളാർക്കും തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള തെളിച്ചം ഇല്ലാത്ത വ്യക്തികളായിട്ട് ഇരിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോന്നും, നമ്മളെന്താണ് കഴിക്കുന്നത്, നമ്മളെന്താണ് ഉടുക്കുന്നത്, നമ്മളുടെ നിലപാടെന്താണ് എന്നതടക്കമുള്ള എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്താൽ നിശ്ചയിക്കപ്പെടുന്ന സാമൂഹ്യ ജീവികളാണ് നമ്മളെന്നുള്ള രീതിക്ക് ആ തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനേ നമ്മളെക്കൊണ്ട് കഴിയുള്ളൂ. ഞാൻ പറയുന്നത് പാർട്ടി രാഷ്ട്രീയമല്ല, ഡിസബിലിറ്റി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഡിസബിലിറ്റി അവകാശ പോരാട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മൂല്യത്തിനെയാണ് ഞാനിവിടെ രാഷ്ട്രീയം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഭയങ്കര കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഈ പറയുന്ന 70s അവസ്ഥാനം. കോൺഗ്രസ് മന്ത്രിസഭ മുന്നോട്ട് വെച്ചത് ഐഡിയലി ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് സംഘടനകളെ പിന്തുണച്ച ആളുകളെയും ഇപ്പോൾ 3% ജോബ് റിസർവേഷൻ 1% കൂട്ടി 1% നിന്നും കൂട്ടിയിട്ട് 3% ആക്കി തരിക എന്ന് പറയുന്ന ഒരു വളരെ ന്യായമായിട്ടുള്ള ജനസംഖ്യാപരമായിട്ട് ആനുപാതികമായിട്ടുള്ളൊരു വർധനവ് ആവശ്യപ്പെട്ട് അതിനെ ഒരു റാഡിക്കൽ മൂവ്മെൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് മുന്നോട്ടുനിന്ന് വന്ന പ്രൊട്ടസ്റ്റുകളെയും ധർണകളെയും റാലികളെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് അന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്കലി ആക്റ്റീവ് ആവുന്ന മൂവ്മെൻറ്റുകളെ ഇന്ത്യൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? അനുഭവപൂർവമായിട്ടുള്ള സിമ്പത്തറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് കുറച്ചും കൂടെ ഇടകലർന്ന് പോവാൻ, നമ്മളെയും കൂടെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യൻ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ഇവോൾവ് ആയതായിട്ട് സാർക്ക് തോന്നിയിട്ടുണ്ടോ? The state has never sympathized or never been in favor of any movement, any radical or otherwise is a different issue. Any movement that asserts their rights, whether it be disability movement, whether it be the movement of LGBTQ, the cure and their rights, trans and their rights, or various other peoples, even on the question of gender also. Remember, even for reservation for women in elected bodies, parliament and legislators, they had to wage a prolonged fight. Even now, the reservation bill has been passed in parliament, but all depends on delimitation and various other things. So it's a far cry. Now, even now it has not been implemented. So the thing is, any government
any state power, most state powers would actually be, except if it has got sympathy, very, very few are there which actually sympathize with such movements. So even the current, even 2014 legislation also came about after great struggles actually. The 1995 Act also came about. You see, one thing I would like to talk to you about is that disability as per our Indian Constitution is a state subject. There are 3 different lists under our Constitution. One is a central list, one with the center legislates, like in defense, airspace, various such things actually. Only the currency, etc. Only the center can legislate. There are subjects that are there on which state and center both can legislate. There is a concurrent list. And there are subjects on which only the state can legislate. Disability is a state subject on which the center cannot legislate, union government cannot legislate. But because you have signed an international treaty, earlier there was another convention that you had signed, and now you have signed the UNCRPD. It's because of that international backing that the center is actually legislating. So it's not under compulsion. It is because of that compulsion that is actually legislation. So states generally have not been in favor. I'm saying the union government has never been in favor of such movements, and it is only after prolonged struggle that such things have been actually implemented. ഭരണകൂടങ്ങൾ ഒരിക്കലും അവകാശ പോരാട്ടങ്ങളോട് ഒരിക്കലും സിമ്പതിയുള്ള അനുഭവപൂർവ്വമുള്ള നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഒരവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ പല അനുച്ഛേദങ്ങൾ പ്രകാരവും 3 തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം വിവേചനപരമായിട്ട് വേർതിരിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് ആ ലിസ്റ്റിൽ പെടുന്ന തീരുമാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. യൂണിയൻ ഗവൺമെൻറ്റിനോ മറ്റാളുകൾക്കോ അതിൽ ഇടപെടാൻ പറ്റില്ല. രണ്ടാമത്തത് കൺകറൻറ്റ് ലിസ്റ്റാണ്. അതിൽ അതത് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടത്. മൂന്നാമത്തത് സെൻട്രൽ ലിസ്റ്റാണ്. അതിൽ യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഡിസബിലിറ്റി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുള്ള നിയമ ഫ്രെയിംവർക്കിലാണ് ഡിസബിലിറ്റി ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം പലപ്പോഴും തേടേണ്ടി വരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ അന്താരാഷ്ട്ര ഉടമ്പടി, ഐക്യരാഷ്ട്രസഭയുടെ UNCRPയുടെ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഒരു കാരണം കൊണ്ടാണ് നമുക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു മധ്യമ മാർഗത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ UNCRPD ഉൾപ്പെടെയുള്ള ഉടമ്പടികളിൽ ഒപ്പുവെച്ചതിൻ്റെ നിർബന്ധം മൂലമാണ് ഇപ്പോഴും നമുക്ക് പല മാനുഷികമായിട്ടുള്ള അവകാശങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളോട് അനുഭാവപൂർവമായിട്ടുള്ള സമീപനം കൈക്കൊള്ളാൻ ഗവൺമെൻറ് നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് സാർ പറയുന്നത്. സാർ, അടിസ്ഥാനപരമായിട്ടുള്ള പല അവകാശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 2001 സെൻസസിൽ ഡിസേബിൾഡ് വ്യക്തികളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റൊക്കെ വേണ്ടി വന്നു. നമുക്ക് കണക്കെടുപ്പിൽ ഡിസേബിൾഡ് വ്യക്തികളും പൗരന്മാരാണ് എന്ന് അംഗീകരിക്കപ്പെടാനായിട്ട് അങ്ങനൊരു വലിയ പ്രൊട്ടസ്റ്റിൻ്റെ ആവശ്യം വന്നു, സെൻസസിൽ ഡിസബിലിറ്റിയും കൂടി ഉൾക്കൊള്ളാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒഴിവാക്കലുകളെ എങ്ങനെയാണ് കാണേണ്ടത്? അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്? Census figures are very important actually. Even the 2011 census that you're talking about, whatever be the background in which it came, just identifies 2.68 crore actually. It's actually wrong figure. It's 2.3 or 2 point something percentage of the population.
WHO says between 15 and 16% of the population. So there is a huge gap between what the Indian census has actually enumerated and what the WHO and international agencies actually say. Having said that, the problem why we had and the 2021 census was not conducted actually. It was due but was not conducted. Government took the plea that COVID is there. But COVID was not an Indian phenomenon. It's a worldwide phenomenon. COVID was there everywhere. It happened in other countries. Various other countries did conduct their census and various such programs during COVID. Only we did not. Indian state was an exemption to that. That's a different. I'm not going to that. But the point is, what you were trying to ask, why add pressure to be applied to get such a thing done? Again, the issue is, I would see this is, one is a lack of awareness among the rulers of the state and the Indian state, lack of will of the Indian state. But will and awareness could have come if the disability movement was strong. Unfortunately, even today, our movement is not so strong, is not visible actually in that scale that in which women's movement or the transgenders movement or the LGBT movement is much more vocal as compared to the disability movement. Had that been there at that point of time, it could have happened. And even now, as compared to other movements, our movement is very strong. Having said that, again, disability movement was also inspired by women's movement. The women's movement of later women's movement actually, which became much more vocal and strong and was politically and was inspired politically also. That women's movement has actually led to disability movement also getting more organized and more strong. സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യാ കണക്കെടുപ്പിൽ ഡിസേബിൾഡ് വ്യക്തികളും കൂടെ ഉൾപ്പെടുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായും അവകാശപരമായും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ സെൻസസ് 2011 സെൻസസ് പറയുന്നത് 2.4 മുതൽ 2.5% വരെ ഡിസേബിൾഡ് വ്യക്തികൾ ആണ് ഉള്ളതെന്ന് പറയുന്നത്. അതേ സമയത്ത് WHO ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകാരോഗ്യ സംഘടന അനുമാനിക്കുന്നത് 15 മുതൽ 16 വരെ ജനസംഖ്യയുടെ ഭാഗം ഡിസേബിൾഡ് വ്യക്തികളുണ്ടാവുമെന്നാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വ്യത്യാസം കണക്കെടുപ്പിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഡിസേബിൾഡ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് നടക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് പൗരരെന്നുള്ള നിലയിൽ കൃത്യമായിട്ട് ഭരണകൂടം അവരെ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ള രീതിക്കാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാമെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിഞ്ഞു പോകുന്നതിന് പകരം ഞാൻ പറയുന്നത് ഡിസേബിൾഡ് ഈ ഒഴിവാക്കപ്പെടൽ നടക്കാൻ 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു സെൻസസ് നടപ്പിലാക്കാൻ അവർക്ക് അത്രയും അവബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത്തരമൊരു സെൻസസ് കാര്യമായിട്ട് ഡിസേബിലിറ്റിയെ മുൻനിർത്തി നടത്താൻ അവർക്ക് കഴിവോ ക്ഷമതയോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കഴിവോ ക്ഷമതയോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള വാദം അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഇപ്പുറത്ത് നമ്മളുടെ ഡിസേബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ്, ഡിസേബിലിറ്റി അവകാശ കുറച്ചും കൂടി പോരാട്ടങ്ങൾ കുറച്ചും കൂടി രാഷ്ട്രീയ ബോധമുള്ളവയും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കെടുപ്പിൽ നമ്മൾ അവഗണിക്കപ്പെടില്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റു പല അവകാശ പോരാട്ടങ്ങളും, ഇപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ, ട്രാൻസ് വ്യക്തികൾക്കായിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ, ക്വിയർ വ്യക്തികൾക്കായിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ, ഇവയൊക്കെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് വരുമ്പോഴും അത്തരത്തിലൊരു ശക്തമായിട്ടുള്ള മുൻവരവ് ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശ പോരാട്ടങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതൊരു കാര്യമായിട്ടുള്ള പിന്നടവ് തന്നെയാണ്.
അതേസമയം തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ മുന്നേറ്റങ്ങൾ ഡിസബിലിറ്റി അവകാശ പോരാട്ടങ്ങളെ വളരെ വലിയ രീതിയിൽ പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഡിസേബിൾഡ് വ്യക്തികളുടെ അവകാശ സംഘടനകൾക്ക് അത്രത്തോളം ശക്തമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ വസ്തുത. ബേസിക് റൈറ്റ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് ഫൈറ്റ് ചെയ്തിട്ടാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ ആക്സസബിൾ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് NPRD ഉൾപ്പെടെയുള്ള സംഘടനകൾ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ബ്രെയിൽ ടെക്സ്റ്റുകൾക്ക് വേണ്ടിയിട്ട് 1998 രാജ്യവ്യാപകമായിട്ടൊരു ഫൈറ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഡിസേബിൾഡ് വ്യക്തികളുടെ ജോലി ചെയ്യുന്ന ഡിസേബിൾഡ് വ്യക്തികളുടെ നേരെയുള്ള ടാക്സേഷൻ, അതുപോലെ ഡിസേബിൾഡ് കുട്ടികളുള്ള അച്ഛനമ്മമാരുടെ നേരെയുള്ള ടാക്സേഷൻ, ഇവ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു പോരാട്ടം നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റ് ആസ്പെക്റ്റുകളിൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കാണേണ്ടി വരുന്ന ഒരു സ്പേസിലേക്ക് നമ്മുടെ സ്പെഷ്യൽ റൈറ്റ്സ് ആയിട്ട് പ്രത്യേക അവകാശങ്ങളായിട്ട് കാണുന്നതിൽ തന്നെ ഒരു വിവേചനമില്ലേ? ഇപ്പോഴും ഈ ഫെസ്റ്റിവലിനകത്ത് ഉപയോഗിച്ചിട്ട് ഡിസബിലിറ്റി റൈറ്റ്സ് ആണ് ഗുഡ്. ഇവിടെ കേരള സർക്കാർ ഉപയോഗിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്, വേറെ പല സംഘടനകൾ ഉപയോഗിക്കുന്ന ഡിസബിലിറ്റി ഏബിൾഡ് എന്നാണ്. പല ആൾക്കാരും സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ഡിഫറെൻറ്റ് അബൌട്ട് ഇറ്റ്? We are diverse, isn't it? We are diverse. Humanity itself is diverse. You are different, I am different. Both of us are different. We are just diverse people. Humanity, their disability is a diversity. ഇന്നൊരു റെക്കഗ്നിഷൻ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതെല്ലാം വരുന്നത്. Once you recognize disability as a diversity and given space for inclusion, all this is covered actually. That this recognition is not there despite laws being in place is something actually, again, I would say is the lack of the disability movement. ഡിസേബിൾഡ് വ്യക്തികളെ സ്പെഷ്യലായി ഇപ്പോൾ കേരള സർക്കാർ ഉപയോഗിക്കുന്നത് ഭിന്നശേഷി എന്നുള്ള പദമാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് എന്നുള്ള പദം പലരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ തന്നെ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണാൻ ഒരു പ്രേരകമാകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് പകരം നമ്മൾക്കിടയിലുള്ളത് വ്യത്യാസമാണോ വൈവിധ്യമാണോ എന്നുള്ള ചോദ്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾക്കിടയിലുള്ളത് വേർതിരിവുകളല്ല വൈവിധ്യങ്ങളാണ് എന്നുള്ള രീതിക്ക് ഡിസേബിൾഡ് വ്യക്തികളെയും കൂടെ ഉൾക്കൊള്ളാവുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വിവേചനങ്ങളെ, ഇത്തരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള മാറ്റി നിർത്തലുകളെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അത്തരത്തിലുള്ള സമീപനങ്ങളിൽ സമൂഹത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനും ഒരു വളരെ വലിയ പങ്ക് ഡിസേബിൾഡ് അവകാശ പോരാട്ടങ്ങൾക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് ശക്തമാവാൻ പറ്റാത്തതും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിന് കാരണമാണെന്നാണ് പറയുന്നത്. സർ, ഇൻ്റർസെക്ഷണൽ പൊളിറ്റിക്സ് എന്ന നിലയിൽ ഡിസബിലിറ്റി റൈറ്റ്സ് പൊളിറ്റിക്സിൻ്റെ ഒരു പാരഡിം എങ്ങനെയാണ്? മറ്റ് റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് ഡിസേബിൾഡ് റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിക്കുള്ളൊരു ഇൻ്റർസെക്ഷണൽ പൊളിറ്റിക്സ് നമുക്ക് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും, ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ. One thing that we have always been saying, you see, there is a strike on February 12 actually. Various trade unions have given a strike call on 12th of February. Have you heard of any disability organization actually coming out in support of that strike? There are various disabled workers also, isn't it? Despite that, there are various such movements actually, women's movement. There are various issues connected to women also, atrocities against women, sexual assaults against women. We have come about it. On the July 12th strike also we have come out. On the repeal of Manrega was repealed, now a new act has come.
What employment it will provide, I don't know. But the guarantee of employment that was there for disabled people in the rural areas has been taken away, has been repealed now. Whether 100 days was provided or not is a different issue. But still some sort of guarantee was there. You could get an unemployment allowance, you could get various things under the act. That act has been repealed. How many disability organizations have come out saying that we don't want this repealed, we want this restored? Not just of disability, for others also. So such voices are lacking. Of course, their interest. We should talk about caste. We should talk about LGBT rights. We should talk about women's rights. That solidarity that needs to be there from the disability movement is unfortunately not been there. At the same time, we want other movements and organizations to come out in our support. We want the women's movement to support our movement. This is not possible. There has to be cross solidarity. In all these issues are intersectional. Let us be very clear about that. So that sort of solidarity between movements, between things needs to be there. മറ്റ് അവകാശ പോരാട്ടങ്ങളുടെ ഒപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇൻ്റർസെക്ഷനായിട്ട് ഡിസബിലിറ്റി അവകാശങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫെബ്രുവരി 2 സ്ട്രൈക്കിലേക്ക് ഡിസേബിൾഡ് സംഘടനകളല്ലാത്ത സംഘടനകളും നമുക്ക് ശക്തമായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. 100 ദിന തൊഴിലുറപ്പ് പദ്ധതി പിൻവലിച്ച സമയത്ത് തൊഴിലുറപ്പ് തീർച്ചയായിട്ടും അത് 100 ദിനങ്ങൾ പൂർണ്ണമാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അതൊരു അടിസ്ഥാനപരമായിട്ട് തൊഴിൽ നിയമം എന്നുള്ള നിലയ്ക്ക് അതിനെ പിൻവലിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഡിസേബിൾഡ് സംഘടന. We don't have any Divya Shakti. But let us all be very clear. There is no Divya Shakti in any disabled people. It's the same as using differently abled or specially abled. You are giving a new terminology. Some people say terminology doesn't matter, but name does matter. Shakespeare said, what's in a name? But name does matter. He said in different context, but name does matter. Name has its own thing. The way you identify a person is with his name, isn't it? So that identity does matter. And we said we don't accept this. It is based on a regressive mindset, and we don't accept this. That is a thing that was there. The same, whatever be his intention, that's it. I'm not considering his intention. The same Modi, when he was attending some other program, ridiculed disabled people actually. He said whether this invention, Roorkee IIT students actually was addressing that in a webinar or hackathon, whatever it is called. He was ridiculing disabled students and saying that these intellect of these disabled people are very low, and making a comparison with Rahul Gandhi actually, whatever this. So the mindset is very clear. His man is very clear about these things, and our man is also very clear about these things. ഈ പറയുന്നതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഭിന്നശേഷി അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ ചാലഞ്ചഡ് എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ എന്ത് സാമൂഹ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതേ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന വാക്കാണ് വികലാംഗ് എന്ന് പറയുന്നത്. ആ വികലാംഗ് എന്ന് ദിവ്യാംഗ് എന്ന് പറയുന്നത്, ആ ദിവ്യാംഗ് എന്ന് പറയുന്ന പ്രയോഗം എത്തി നിൽക്കുന്നത് മനുസ്മൃതിയുടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് വന്ന് നിൽക്കുന്നത്. മനുസ്മൃതി നമ്മളോട് എന്താണോ പറഞ്ഞത് അതേ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും നമ്മളെ മനുഷ്യ സ്വത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ദിവ്യരാണെന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ്, വേർതിരിവിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ആ വാക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വീക്ഷണത്തിന് നേരെ എതിർവശത്താണ് നിൽക്കുന്നത്.
അത് ഇത്രയും കാലം നമ്മുടെ രാജ്യം ഏത് ബോധത്തിലാണോ, ഏതൊക്കെ തത്വങ്ങളിലാണോ നമ്മുടെ രാജ്യം കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത്, ആ തത്വങ്ങൾക്കെല്ലാം എതിരാണ്. ആ വാക്ക് മാനവികമായ മൂല്യങ്ങൾക്കെതിരാണ്, തുല്യതയ്ക്കെതിരാണ്. അപ്പോൾ ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് നേടിത്തന്ന സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടാണോ, തുല്യതയിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹം മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ സ്വാതന്ത്ര്യത്തിനായി പോരാടിയത്, ആ പോരാട്ടങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് ആ ഒറ്റ വാക്കുകൊണ്ട് മോദി മുന്നോട്ട് വെച്ചത്. ഇതേ മോഡി തന്നെയാണ് മറ്റൊരു സന്ദർഭത്തിൽ IIT-യിലെ സ്റ്റുഡൻസിനോട്, IIT-യിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് IQ കുറവായ ഡിസേബിൾഡ് വ്യക്തികളെ കളിയാക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കാനായിട്ട് ഈ ഉപകരണം കൊണ്ട് IQ കുറവായവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ തമാശയായി ചിരിച്ച് കണ്ടത്, അത് രാഹുൽ ഗാന്ധിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചതാണെങ്കിൽ പോലും ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ കളിയാക്കുന്ന ഒരു നിലപാടാണ് മോഡി എടുത്തത്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഡിസേബിൾഡ് വ്യക്തികളുടെ ഉന്നമനത്തിനായി മുന്നോട്ട് വെച്ച വാക്കല്ല അതെന്നുള്ളത് അദ്ദേഹത്തിനും വ്യക്തമാണ്, അത് നമുക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധം മുന്നോട്ട് വന്നത്. സർ, ദിസ് ഇസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബദ്രി നാരായണനെ പോലെയുള്ള അക്കാഡമിക്സ് ഡിസബിലിറ്റി ഫീൽഡിനെ, ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഒരു ചരിത്രം അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്, ഇന്ത്യയിൽ ആക്ടിവിസം വളർന്നെങ്കിലും ഡിസേബിൾഡ് വ്യക്തികൾ അവരുടെ ചരിത്രത്തിൽ അറിവ് നേടാനും അതുവഴി അത്തരം അറിവിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുമുള്ള ഒരു സ്പേസ് ക്ലെയിം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇനിയും ഇന്ത്യയിലെ ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ് വളർന്നിട്ടില്ല എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, സാർ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2, അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് വളരാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? The point you have been making, trying to make since the beginning, and the point I have also been trying to sort of drive, what you have been trying to do and I have been trying to respond to is actually the disability movement in this country is apolitical. Sort of. You can't be apolitical, you are political basically. Making a statement that you are apolitical itself is a political statement, by the way. So it is, the disability movement has to be political to respond to such things actually. So first thing is, I'm saying you can't be part of what you're trying to say. What Badri was trying to say basically is that because he was trying to actually say that we lack politics. Because of the lack of politics, actually, we are staying away and are not becoming a stronger force, actually. I totally agree with that statement. Unless the movement becomes political, voice raises its voice, gets more organized, there is no future for it. So it is towards that, actually, that we all need to think about and respond to. ഈ ചർച്ചയുടെ തുടക്കം മുതൽ നമ്മൾ രണ്ടുപേരും പറഞ്ഞു വന്നത് ഒരേ കാര്യമാണ്. രാഷ്ട്രീയപരമായി ലക്ഷ്യബോധവും ദിശാബോധവുമുള്ള ഒരു മൂവ്മെൻ്റായിട്ട് ഡിസബിലിറ്റി റൈറ്റ്സ് അവകാശ പോരാട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകളെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ ബോധമുള്ള ഒരു മൂവ്മെൻ്റായിട്ട് മാറ്റിയെടുക്കാത്തിടത്തോളം കാലം നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ കൃത്യമായിട്ട് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം അരാഷ്ട്രീയപരമായിട്ട് പെരുമാറുന്നോ, അരാഷ്ട്രീയതയും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തരം രാഷ്ട്രീയമാണ്. പക്ഷേ അത്തരം രാഷ്ട്രീയങ്ങൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായില്ല. അപ്പോൾ ആ രീതിയിൽ ബദ്രി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ആക്ടിവിസം എന്നുള്ളതിനപ്പുറം നമ്മുടെ ഇതിലേക്ക് വളർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരുമ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ, അതിൻ്റെ രാഷ്ട്രീയത്തെ നോക്കിക്കാണാൻ കൂടുതൽ നമ്മൾ പരിശ്രമിക്കുകയും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് ഒരു ഭാവി എന്നുള്ളത് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് അത്തരമൊരു ഭാവി
ഇല്ലാത്ത ഒരു അവസ്ഥ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ രാഷ്ട്രീയോന്മുഖമായിട്ടുള്ള ഒരു മൂമെൻ്റായിട്ട് ഇത് മാറണം എന്ന് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഞാൻ മുന്നോട്ട് നോക്കി കാണുന്നത്. മനോഹരമായിട്ടുള്ള മറുപടികളായിരുന്നു, രാഷ്ട്രീയ മൂർച്ചയുള്ള തെളിച്ചമുള്ള മറുപടികളായിരുന്നു മുരളീധരൻ സാറിൻ്റേത്. താങ്ക് യു സോ മച്ച് സാർ, ഇറ്റ് വാസ് an honor. താങ്ക് യു സോ മച്ച്. The session is now open to the audience. We now invite questions and reflections from the audience. ഹലോ ഇനി ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമുള്ള സമയമാണ്. സാർ നമസ്കാരം. ഇതുവരെ നടന്ന ഈ ഒരു ചർച്ചയിൽ ഭിന്നശേഷി അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന് ഇത്തരം വർഷങ്ങളായിട്ടും നമ്മുടെ രാജ്യത്ത് അത് വേണ്ടതുപോലെ നടപ്പിൽ വരുത്താനും ഭിന്നശേഷിയുള്ളവരുടെ ഒരു കാര്യം രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് എങ്ങനെ കൊണ്ടുവരണം, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയാൻ ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിൽ നിന്ന് തന്നെ നിയമനിർമ്മാണ സഭകളിലേക്ക് ഭിന്നശേഷിയുള്ളവരെ തിരഞ്ഞെടുക്കേണ്ട കാലമായിട്ടില്ലേ? ഭിന്നശേഷിയുള്ളവരുടെ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കാത്തത് ഭിന്നശേഷിയുള്ളവരെ കുറിച്ച് കൂടുതൽ അറിയാത്തവരും അല്ലെങ്കിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഭിന്നശേഷിയുള്ളവരും അല്ലാത്ത നിയമനിർമ്മാണ സഭയിൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? See, there is nothing wrong in demanding reservations, first. But without trying to despise or say anything against it, you see, having representation from the scheduled caste community. We had a chief minister in Uttar Pradesh called Mayawati. Chief minister for more than one term. What difference has Mayawati made in the lives of Dalit people in Uttar Pradesh? We had a chief minister who was disabled in Haryana, Om Prakash Chautala. He didn't rise because of reservations. He came despite of that. Did he make any difference to disabled people in the state of Haryana? I can give various such examples. Jharkhand, you have tribal chief ministers. How has the life of tribal people improved because of having this? I'm not discounting the fact what you're trying to point out. Very valid thing that you're raising. It would definitely make a difference in the thing that you would be there to raise your voice and things like that. But don't expect any dramatic outcome just because you have a representation there. We had union ministers, Jayapal Reddy, who was a person with disability, identified people. There are various others who did not disclose their disability. Manmohan Singh, in his later life, became a wheelchair user, attended parliament on a wheelchair also, though parliament was not accessible for a wheelchair user. So that have various examples of such. The thing is, whether such people have that consciousness, whether they identify themselves as disabled people to raise their voice, raise their issues, is a more important question that we need to address. Even people who had not identified themselves as disabled can be more vocal, can better. Repeatedly I'm saying I am not against reservations per se for disabled people. But we need to factor in this issue also. By the way, we had a blind parliamentarian also. Sadhan Gupta was a blind parliamentarian elected from East Kolkata.
in the late 50s actually. He was a member of the Communist Party of India, Communist Party of India, not Marxist. He was elected twice. Later on, he was elected to the Assembly in West Bengal. Later on, he was barrister, AG of Advocate General of West Bengal. So we have examples of people, despite there not being reservations, also being elected to parliament, legislators, becoming ministers, becoming chief ministers, etc. ഉത്തർപ്രദേശിൽ ദലിതയായിട്ട് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മായാവതി. അവർ ദലിതരുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തിയതെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഝാർഖണ്ഡിൽ ആദിവാസിയായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവർ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തിയതാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രി ഹരിയാനയിലുണ്ടായിരുന്നു, ഓം പ്രകാശ് ചൗട്ടാല. ഓം പ്രകാശ് ചൗട്ടാലയും ഡിസേബിൾഡ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാനൊരിക്കലും ഡിസേബിൾഡ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിയമസഭാ മണ്ഡലങ്ങൾ സംവരണം ചെയ്ത് നൽകുന്നത് അതിന് എതിരല്ല. പക്ഷേ ഡിസേബിൾഡ് അവകാശ പോരാട്ടങ്ങളെ ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് ഭരണത്തിൽ എത്തിപ്പെട്ടാലും ഡിസേബിൾഡ് വ്യക്തികളെ ജീവിതം മാറ്റുന്ന രീതിയിൽ നിയമപരമായിട്ടോ അല്ലാതെയോ ഭരണഘടനാപരമായിട്ടോ അല്ലാതെയോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് സംശയകരമാണെന്നുള്ള ഒരു വസ്തുത മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് ഇല്ലാതെയല്ല, ബ്ലൈൻഡായിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് നമ്മുടെ പാർലമെൻറ്റിലുണ്ടായിരുന്നു. സാജൻ ഗുപ്ത എന്ന് പറയുന്ന പാർലമെൻറ്റേറിയൻ, അദ്ദേഹം ബ്ലൈൻഡായിരുന്നു, അദ്ദേഹം ബാരിസ്റ്ററായിരുന്നു, വക്കീലായിരുന്നു. അപ്പോൾ പിന്നീട് പാർലമെൻറ്റിൽ എത്തിപ്പെട്ടതിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ പാർലമെൻറ്റിൽ ഇല്ലാതെയുമല്ല, എന്നിട്ടും നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ മറ്റ് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളിലും ഡിസേബിൾഡ് ഇൻക്ലൂസീവായിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ഒരുമിച്ച് സംഘടനാപരമായിട്ട് നിന്നാൽ സംഘടനകൾക്കും ഒരു പക്ഷേ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഇല്ലാത്ത വ്യക്തികൾക്കും ഒരു പക്ഷേ കൂടുതൽ ശബ്ദമുയർത്താൻ പറ്റിയേക്കും. ഈ പറയുന്നത് പോലെ ഇതൊരിക്കലും സംവരണത്തിന് നിയമസഭാ മണ്ഡലങ്ങളുടെ സംവരണത്തിനെതിരായിട്ടുള്ളൊരു നിലപാടല്ല. ഡിസബിലിറ്റിയുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളാത്ത വ്യക്തികൾ പാർലമെൻറ്റിലെത്തിയാലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിൽ ധനകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കുന്നതിൽ സംശയമുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തത വരുത്തിയതാണ്. എൻ്റെ പേര് അഫ്സൽ. 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇപ്പോൾ പ്രസൻറ്റേഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, പിന്നെ ഡിസബിലിറ്റി ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിലനിൽക്കുന്ന കമ്പാർട്ട്മെൻ്റലൈസേഷൻ, ഇപ്പോൾ കാഴ്ചയില്ലാത്ത ആളുകളുടെ വിഷയങ്ങൾ സംസാരിക്കുന്നു, അതുമാത്രം സംസാരിക്കുന്ന പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അത്തരം വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ്റെ ഒരു കാര്യം പറഞ്ഞു. വെറാസ് NPRD ഒരു ക്രോസ് ഡിസബിലിറ്റി ഓർഗനൈസേഷൻ 5 ലക്ഷത്തോളം മെമ്പേഴ്സുള്ള ഒരു സംഘടന എന്നുള്ള നിലയിലേക്ക് നമുക്കറിയാം. അപ്പോൾ നിലവിലിപ്പോൾ കേരളത്തിലെ സാഹചര്യങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയുന്ന അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് കുറേയും കൂടെ രാഷ്ട്രീയമായി എല്ലാവിധ ഡിസേബിലിറ്റി ഗ്രൂപ്പുകളെയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാവും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു കാര്യം, അവകാശങ്ങളെക്കുറിച്ചും പ്രതിനിധാനത്തിനെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്നാൽ അതേസമയം ഇന്ത്യ ആസ് എ സൊസൈറ്റി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ലാർജ്ലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ, NGOകൾ, ഇത്തരം സ്പേസിൽ മുഴുവൻ
നമ്മൾ ഈ അവകാശത്തെക്കുറിച്ചും പിന്നെ പ്രതിനിധാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഇത്തരം ഇടങ്ങളിൽ മുഴുവൻ ഈ ഒരു ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം വരുന്നതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ NPRD പോലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അത്തരം അതിനോടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു റിയാലിറ്റിയെ എങ്ങനെയാണ് NPRD പോലൊരു സ്പേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? One is specific to Kerala. I don't think I would be the proper person to address that, because in situations specific to Kerala organizations should actually come together and plan a platform like us. At the national level, NPRD is actually, we have 12 different organizations actually, and but I'm not responding to that because I don't think I would be competent to answer that question as far as specific to Kerala. If it's a national level issue, I would have generally addressed that. Your second question actually pertains to Hindutva and this thing actually. Basically many NGOs currently actually following or towing the same line as the government. NGOs have always towed, majority of NGOs have always towed the government line. Except for some foreign funded organizations, most of them have actually tended to follow the government line or not displease the government to an extent in which the government takes some action against you. Now you talk about anything, there is CBI, there is ED, there is IT, everything is there. Even if you don't have any IT, there will be a raid. So all these agencies are actually used by the central government to actually stifle voices, even the small voices that are there, that are raised in defense of rights. So that is one aspect of it. Other thing is the dominant ideology. Hindutva is not just about BJP and RSS, mind you. This ideology has penetrated in society. It is a dominant ideology now. We have to fight. We have been very vocal about that. When Shabari raised the issue about Divyang also contains that it flows from the same ideology. Same Manuvadi ideology that is there. So we have been very vocal about it, but NGOs falling into the trap, it is their business. I can't prohibit anybody from joining forces with them. But again, as I said, it's not just about CBI, IT or ED. Many of them rely on government funding. Unless they toe the government line, and the government is very clear, you follow our line, otherwise no funds. The central government is very clear about that. There is no discretion. You have to follow their line. To trend the line, they'll allot you funds. Second thing is, foreign funding to many organizations have been stopped. FCRA. They have tightened the rules, everything. So many organizations that were there advocating disability rights, all have been stifled, their voices have been shut. So you're forcing some part. Some people were already there, have gone further. Some people who are not there have been compelled to go there. And we have been very vocal and very critical about this in any case. But we can't stop people from going there. അഫ്സലിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം ആദ്യത്തെ ചോദ്യം കുറച്ചും കൂടി കേരളത്തിലെ ഡിസബിലിറ്റി അവകാശ പോരാട്ട മേഖലയിൽ കൃത്യമായിട്ട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ പറയുന്നതായിരിക്കും ഉത്തരം പറയുന്നതായിരിക്കും നല്ലത്. രാജ്യാന്തര രീതിയിലുള്ള രാജ്യത്ത് ആകമാനമുള്ള ഡിസബിലിറ്റി അവകാശങ്ങളുടെ ഒരു സ്ഥിതിയെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു
ഇടം ഞാൻ ഒഴിവാക്കി വിടുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ പല ഡിസബിലിറ്റി അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സംഘടനകളും ഹിന്ദുത്വയോട് ഒരു ചായ്വ് കാണിക്കുന്നതായിട്ട് കുറച്ചും കൂടി വ്യക്തമാകുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമേ ഹിന്ദുത്വയോട് ചായ്വുള്ള സംഘടനകളായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വാങ്ങി സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാൻ നിർബന്ധിതരാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ അവസ്ഥ കൊണ്ട് എത്തിപ്പെടുന്നതായിരിക്കാം. ഇപ്പോൾ ഗവൺമെൻറ്റിന് അനുസരിച്ച് പോവാത്ത ആളുകളെയും സംഘടനകളെയും വരുതിക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റിന് പലപ്പോഴും ഇപ്പോൾ ED ഉണ്ട്, CBI ഉണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അങ്ങനെ പല അനുസരിപ്പിക്കൽ ചട്ടക്കൂടുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിയമത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ഒരു റെയ്ഡ് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ NPRD തുടക്കം മുതലേ തന്നെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും വ്യക്തമായിട്ട് തന്നെ എതിർക്കുകയും നിലപാട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. നേരത്തെ ചോദിച്ച ദിവ്യാംഗ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള ചോദ്യം തന്നെ ബ്രാഹ്മണിസത്തിൻ്റെയും മനുവാദി നിലപാടിൻ്റെയും ഹിന്ദുത്വ നിലപാടിൻ്റെയൊക്കെ ഭാഗമായിട്ട് പുറത്തു വരുന്ന വാക്പ്രയോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ അത്തരത്തിലുള്ള രീതിയിൽ കാണുകയും അത്തരത്തിലുള്ള പ്രയോഗങ്ങളെയും അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളെയും മുന്നേറ്റങ്ങളെയും ചെറുക്കുകയും അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് തന്നെ NPRD അത് തുടക്കം മുതലേ എതിർത്ത് പറയുന്നുണ്ട്. മറ്റു സംഘടനകളുടെ കാര്യമാണെങ്കിൽ ഇത്തരത്തിൽ ഒന്നുകിൽ അവർ നിശബ്ദരാക്കപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള നിലപാട് എടുക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്നതായിരിക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും തങ്ങളുടെ കയ്യിലുള്ള അധികാരത്തെ അപരിമിതമായിട്ട് ഉപയോഗിച്ച് ഡിസബിലിറ്റി അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തി ഇല്ലാതാക്കാനുള്ള ശ്രമം എപ്പോഴും നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളോടുള്ള ചെറുത്തുനിൽപ്പും കൂടിയിട്ടാണ് NPRD നടത്തിക്കൊണ്ടുവരുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മളെ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളൊരു വോട്ട് ബാങ്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അണികളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വിഷ്വലി വിഭാഗത്തിനൊരു ഓർഗനൈസേഷൻ, ഡഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ആളുകൾക്കൊരു വിഭാഗം, ഇങ്ങനെ ഓരോ നമ്മൾ ഭിന്നശേഷിക്കാരായ ആളുകളെ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തുകൊണ്ട് നമ്മളെ ശിഥിലീകരിക്കാനുള്ള മനഃപൂർവമായ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതിനോട് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അവകാശബോധമുള്ളവരായിരിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം രാഷ്ട്രീയമാണ് നമ്മളെ വേർതിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയത്തിലുപരിയായി നമ്മളെല്ലാം ഭിന്നശേഷിക്കാരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പോരാടേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു സംസ്ഥാന ലെവലിലൊരു കോർഡിനേഷൻ കമ്മിറ്റിയോ അല്ലെങ്കിൽ കേന്ദ്ര ലെവലിലൊരു കോർഡിനേഷൻ കമ്മിറ്റിയോ ഒക്കെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് രൂപീകരിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുകയില്ലേ എന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിൽ വേറൊന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ തന്നെ നിയമം പാലിക്കാതെ വരുന്നു, നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുള്ള പോരായ്മകളാണ് അതെന്ന് സാർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പം നമ്മുടെ പെൻഷൻ്റെ കാര്യത്തിൽ തന്നെ ഭിന്നശേഷിയുള്ളവർക്ക് 25% പെൻഷൻ അധികം കൊടുക്കണമെന്ന് ആക്റ്റിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ്റുകൾ തന്നെ ഈ പെൻഷൻ്റെ കാര്യത്തിൽ പോലും അത്
മാന്യമായ രീതിയിൽ ആ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് പലപ്പോഴും കോടതികളെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കോടതികളെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു ചേട്ടാ. ഈ ഉത്തരത്തോടു കൂടിയിട്ട് സെഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇത് അവസാനത്തെ ഉത്തരമായിട്ട് കണക്കാക്കണം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഉത്തരം പറയാൻ സാറിന് ക്ഷണിക്കുന്നു. Gopalakrishnan actually asked two different questions actually. One is a commentary basically saying that disabled are a vote bank, so political parties are dividing us and they're formed organizations. I don't think this is correct actually. Most of the organizations have actually declared themselves apolitical. So no organization that is set up by a political party would say that they are apolitical. They'll actually flaunt their association with that concerned political party. So I don't accept about that. And main disability organizations have been saying is the contrary. They are saying that political parties do not consider us a vote bank. That is why they are not raising our issue. This is what other organizations have been saying actually, to contrary. One thing. Second thing is about the issue of pensions. You put it rightly, correct. But it's not about pensions alone. The RPD Act actually says that 25% additional allocations in poverty alleviation schemes. Poverty alleviation scheme. It can be any poverty alleviation scheme. It can be houses under Life Mission. It can be various other schemes. It's not just limited to this. Even in Manrega, 25% additional destination should be given to disabled people. So that thing has not been implemented. As far as pension is concerned, again, since I'm talking about central government, I'm not talking about any specific state government. Since 2012, the central government has not raised 1 paisa in pensions. Pension was 300 in 2012. Not 1 paisa has been raised from the 300 since 2012. 13 years down the line. Eligibility criteria, 80% disability, BPL card, and various other things are there. Only 3.8% of the disabled population identified by the 2011 census are getting pension in the central scheme. So around 97% of the disabled population are not covered by the Indira Gandhi National Disability Pension Scheme. So much for Divyangs. സാറ് പറഞ്ഞ ഉത്തരം പരിഭാഷപ്പെടുത്തുന്നതിന് മുന്നേ എനിക്ക് 1-2 കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞത് ഇപ്പം നമ്മൾ വേറെ സംഘടനകളായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുന്നേറ്റത്തിന് ഭീഷണിയാവുന്നല്ല. വേറെ സംഘടനകളായിട്ട് നിൽക്കുന്നതിനോടൊപ്പം നമുക്ക് പല വിഷയങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളുടെ മുന്നേറ്റങ്ങൾ വീക്കായി പോകുന്നത് എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അത് ചേട്ടൻ മനസ്സിലാക്കിയതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. വേറെ നിൽക്കുന്നത് പ്രശ്നമാണെന്ന് ഒരിക്കലും സാറ് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയം വിവേചിക്കുന്നതാണെന്നുള്ള, അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നതിനേക്കാളും അവകാശപരമായിട്ട് നോക്കുന്നതാണ് നല്ലതെന്നുള്ള രീതിക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടും എനിക്ക് വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ട്. കാരണം ഇപ്പം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഡിസബിലിറ്റിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിസേബിൾഡ് വ്യക്തികളും സമൂഹത്തിലെ ബാക്കിയുള്ള ഏതൊരു വ്യക്തിക്കും തുല്യരാണെന്നും അവർക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും മാന്യതയും അവർക്ക് ലഭിക്കുന്ന എല്ലാ അധികാരങ്ങളും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കും കൂടെ കിട്ടണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് രാഷ്ട്രീയം. അത് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ പരമായിട്ടുള്ള രാഷ്ട്രീയമല്ല. ഇത് ഒരു സാമൂഹിക രാഷ്ട്രീയമാണ്, സോഷ്യൽ പൊളിറ്റിക്സാണ്. പാർട്ടി പൊളിറ്റിക്സ് അല്ല നമ്മളിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്, സാമൂഹിക രാഷ്ട്രീയമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം നമ്മളെ
എന്ന് ചേട്ടൻ പറഞ്ഞോടും ഞാൻ വിയോജിക്കുകയാണ്. നമ്മളെ ഇത്തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയങ്ങൾ യോജിച്ച് നിർത്താനേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയതുകൊണ്ട് സാറ് പറഞ്ഞത് ക്ലിയറായെന്ന് കരുതുന്നു ഞാൻ. ചേട്ടന് ക്ലിയർ ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് താഴെ വന്നിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം ചേട്ടനോട്. സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വോട്ട് ബാങ്കായിട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ള രീതിക്ക്. അത് പല ഡിസേബിൾഡ് സംഘടനകളും തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. വോട്ട് ബാങ്കായിട്ട് ഡിസേബിൾഡ് വ്യക്തികൾ ഒരുമിച്ച് കൺസോളിഡേറ്റ് ആയിട്ട് ഒരുമിച്ച് നിന്നിട്ടൊരു വോട്ട് ബാങ്കായിട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാറണം എന്നും തീരുമാനമെടുക്കാനുള്ള അധികാരം അവസാന വാക്കായിട്ട് നമ്മൾ മാറാൻ വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശക്തി തെളിയിക്കൽ പറ്റും എന്നുള്ള രീതിക്കാണ് ആദ്യത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തേത്, പെൻഷൻ്റെ കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ അത് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമല്ലാതെ പുറത്തു നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ NPRDക്ക് പറയാനുള്ളത് പെൻഷനായിട്ട് മാത്രമല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലേക്ക് ഡിസേബിൾഡ് വ്യക്തികളെയും കൂടെ ഉൾക്കൊള്ളിച്ച്, ഡിസബിലിറ്റിയുടെ ഒരു ഫാക്ടറും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലേക്ക് കൂടുതൽ ഫണ്ട് കൊണ്ടുവരികയും ഡിസേബിൾഡ് വ്യക്തികളെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ പെൻഷൻ എന്ന് മാത്രമല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ ഭാഗമായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് NPRD മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരം. രണ്ടാമത്തേത്, നമുക്ക് സംസ്ഥാന സർക്കാർ തരുന്ന പെൻഷൻ്റെ കാര്യം പറയാൻ പറ്റില്ലെങ്കിലും 2011 മുതൽ ഇന്ദിരാഗാന്ധി ഡിസേബിൾഡ് പെൻഷൻ യോജന പ്രകാരം 300 രൂപയായിരുന്നു 2011. അതിലിപ്പോഴും ഒരു പൈസ പോലും യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള പെൻഷൻ കാര്യങ്ങളിലേക്ക് ഫണ്ട് തരുന്നില്ല എന്ന്, മതിയായ രീതിയിൽ ഫണ്ട് തരുന്നില്ല എന്നുള്ള ഇത് മാത്രമല്ല, ബജറ്റ് എന്നുള്ള രീതിക്ക് ഡിസബിലിറ്റി മേഖലയിലേക്ക് മാറ്റിവെക്കുന്ന ഫണ്ട് ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരികയും കൂടെ ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള വസ്തുതയും കൂടെ ഇവിടെ പങ്കുവെക്കുകയാണ്. താങ്ക് യു സർ. ഇതോടുകൂടിയിട്ട് ചോദ്യോത്തരവേള അവസാനിച്ചു. ഈ ആദ്യത്തെ സെഷനിൽ പങ്കുകൊണ്ട എല്ലാ കാഴ്ചക്കാർക്കും ഇത് ഓർഗനൈസ് ചെയ്ത കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ടീമിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത മുരളീധരൻ സാറിനും വ്യക്തിപരമായ പേരിലും കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ഓർഗനൈസേഷൻ്റെ പേരിലും എൻ്റെയും വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.